ഇന്നത്തെ കുടുംബശ്രീ ഷാദയുടെ ഫുൾ എപ്പിസോഡ് റിവ്യൂണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് കള്ള് കുടിച്ച് കള്ളിൻ്റെ കെട്ട് പോലും തലയിൽ നിന്ന് ഇറങ്ങാത്ത, വെളിവോ ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ പറ്റാത്ത രീതി നമ്മുടെ സത്യഭാമയുടെ വീട്ടിലേക്ക്, അതായത് നമ്മുടെ വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് പെണ്ണ് കാണാൻ ചെറുക്കൻ കാണാനായിട്ട് കയറി വരുന്ന മധുശ്രീയും വിജയകുമാറും മധുശ്രീയുടെ അച്ഛനും അമ്മയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ്. അതിനേക്കാളും വലിയ ഹൈലൈറ്റ് നമ്മുടെ രാഘവേട്ടൻ ഭാമയുടെ മുന്നിൽ തന്നെ പറയുന്നുണ്ട്, ഭാമേ നീ മര്യാദയ്ക്ക് ഇറക്കി വിടുന്നുണ്ട് ഈ ശുദ്ധ അഹങ്കാരി ഈ വീട്ടിൽ നിന്ന് എന്ന് പറയുന്നത്. കാരണം ഭാമയുടെ സീറ്റിൽ പോലും കയറി കാലുമേ കാലിട്ട് അവരുടെ മുന്നിൽ ഇരിക്കത്തക്ക രീതിയിലുള്ള മധുശ്രീയും കയറി വരുമ്പോഴേ കുടുംബം എടുത്തിപ്പോൾ മറിച്ച് കളയുന്നുള്ള മട്ടിനകത്ത് ഞാൻ കാണാൻ വന്ന ആ പുള്ളിയുടെ പേരെന്താ, വിഷ്ണു അത് തന്നെ. അപ്പം ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന പെണ്ണ് കാണാനല്ല ചെറുക്കൻ കാണാനാണെന്ന് പറയാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അടവും അതിൻ്റെ മേലുള്ള തിരുവാതിരയും മദ്യലഹരിക്കകത്ത് എങ്ങനെയൊക്കെ എന്തൊക്കെയൊക്കെ ഒപ്പിച്ച് കൂട്ടുന്ന കാട്ടിക്കൊടുന്ന മധുശ്രീയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വലിയൊരു ഹൈലൈറ്റ്. അപ്പം ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ആദ്യം തന്നെ സത്യഭാമ നേരെ ഹാളിൽ വന്നിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് രാഘവേട്ടനുണ്ട്, നമ്മുടെ രോഹിത്തും ശ്യാമയും അതുപോലെ തന്നെ നമ്മുടെ പിള്ളയും നമ്മുടെ എല്ലാവരും അവിടെ തന്നെ നമ്മുടെ പപ്പിമോള് പോലും ഉണ്ട്. അങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോഴും ഭാമ വന്നിട്ട് നോക്കുന്നത്. അപ്പോൾ രാഘവേട്ടൻ്റെ മുഖത്തൊന്നും തെളിച്ചില്ല. അപ്പോഴത്തേക്ക് രാഘവേട്ടൻ്റെ മുഖം എന്താ ഒരു തെളിച്ചൊന്നും ഇല്ലാതിരിക്കുന്നത്, നിങ്ങളെല്ലാവരും എന്താ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത്, പെണ്ണിൻ്റെ വീട്ടുകാരിപ്പം വരും, അതെന്തിനാ ഭാമ ഇപ്പോഴേ വരുന്നത്, 11 മണിക്കെന്നല്ലേ പറഞ്ഞേ, ഇപ്പം അതിന് 11 മണിയൊന്നും ആയില്ലല്ലോ ഇപ്പോഴേ വരാൻ. അത് ഇന്ന് രാഘവലായതുകൊണ്ട് നേരത്തെ കാലത്തെ വരാനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളതൊക്കെ സംസാരിച്ചു, ഇപ്പോൾ അവരിങ്ങ് എത്തുന്നേ 10 മണിയാകുമ്പോഴത്തേക്ക് എത്തും. അപ്പോൾ ശ്യാമേ നീ പോയി അടുക്കളയ്ക്ക് എല്ലാ ആവശ്യത്തിനുള്ള കാര്യങ്ങൾക്കും വേണ്ടി നീ പോയേ എന്ന് പറഞ്ഞ് ശ്യാമ അങ്ങ് പറഞ്ഞിടുക. ശ്യാമ അകത്ത് ചെന്നിട്ട് നേരെ കുഞ്ഞിച്ചിയെ ഫോൺ വിളിക്കുവാണ്, കിട്ടുന്നില്ല. കാരണം ഷാനയെടുത്ത് അപ്പോഴത്തേക്ക് അനുപല്ലവി പറയുന്നുണ്ട്, മാഡം മീറ്റിംഗ് 10 മിനിറ്റ് മുമ്പേ തുടങ്ങാനായിട്ട് പറയുന്നുണ്ട്, എന്തെങ്കിലും അസൂര്യമുണ്ടോ മാഡം എന്ന് പറയുമ്പോൾ ഒരു അസൂര്യമില്ലാന്ന് എൻ്റെ വീഡിയോ കോളിലേക്ക് ശാലിനി ഇരുന്ന് കഴിഞ്ഞു. ശാലിനിയുടെ ടേബിളിനകത്ത് ഇരുന്ന് ശ്യാമയുടെ കോൾ വരുന്നത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ശാലിനി ഈ ഫോണൊന്നും വരുന്നത് കാണുന്നില്ല. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ശ്യാമ ഭയങ്കര ടെൻഷനകത്താണ് അടുക്കളയിൽ നിന്ന് ഈ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യഭാമ പറഞ്ഞു വിട്ടിരിക്കുന്നത് വരുന്ന ഗസ്റ്റുകൾക്കുള്ള ചായയും പലഹാരവും അതും ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര സൽക്കാരമായിരിക്കണം പറഞ്ഞിട്ടാണ് സത്യഭാമ നമ്മുടെ ശ്യാമ അങ്ങോട്ടേക്ക് അടുക്കളയിൽ പറഞ്ഞു വിട്ടത്. ഇവിടെ ഹാളിലെ സീൻ എന്ന് പറയുമ്പോൾ സത്യഭാമ ഓരോരുത്തരുടെ മുഖത്തേക്ക് നോക്കുക, ആരുടെ മുഖത്തും ഒട്ടും തെളിച്ചില്ല. പ്രത്യേകിച്ച് രാഘവേട്ടൻ്റെ മുഖത്തൊന്നും ഒരു തെളിച്ചില്ലാത്തപ്പോൾ രാഘവേട്ടൻ ചോദിക്കും, രാഘവേട്ടൻ്റെ മുഖം എന്തോ ഇത്ര വാടിയിരിക്കുന്നത്, നിങ്ങൾക്ക് എന്തോ അത്ര വലിയ മുഖത്തിന് അത്ര വലിയ സന്തോഷമൊന്നും ഇല്ലാത്ത, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഭാമേ ജനിച്ചപ്പോൾ തൊട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നേരെ പിള്ളയുടെ മുഖം നോക്കിയിട്ട്, തന്നോട് ഞാൻ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് സത്യാമേ എൻ്റെ അടുത്ത് പ്രത്യേകിച്ചൊന്നും ചോദിക്കില്ലേ, ഇതൊരു മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ് സത്യാമേ, അത് അങ്ങനെ കാണത്തുള്ളൂ, അല്ല എൻ്റെ മുഖത്ത് ഇതിൻ്റെ അപ്പുറത്തോടെ തെളിച്ചൊന്നും കാണത്തില്ല. പിള്ളയ്ക്ക് പോലും ശാലിനിയുടെ സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കുന്ന സഹിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ശാലിനി ഇത്ര സ്നേഹിക്കുന്ന വിഷ്ണുവിന് അത് ഇഷ്ടപ്പെടുന്നത് എന്ന് പോലും ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഇല്ലാതെ ഇവിടെ നിന്ന് വിഡ്ഢിത്തരം കാണിക്കുന്ന സത്യഭാമയാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ രോഹിത്തിൻ്റെ അടുത്ത് നോക്കി ചോദിക്കുന്നത്, നിൻ്റെ അടുത്ത് ഇനിയിപ്പം നിനക്ക് അങ്ങനത്തെ വല്ല മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടോടാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രോഹിത്ത് പറയുന്നു, അയ്യോ ഇല്ല അമ്മേ, അമ്മ പറയുന്നത് തന്നെ, അമ്മ പറഞ്ഞാൽ ഞാൻ ചിരിക്കും, അമ്മ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചിരിക്കത്തില്ല എന്ന് സത്യഭാമ ആക്കിക്കൊണ്ട് പറയുന്ന രോഹിത്തും. എന്നിട്ട് പപ്പിമോളുടെ മുഖം നോക്കുമ്പോൾ പപ്പിമോൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമോ, എൻ്റെ പപ്പിമോൾ ഭയങ്കര സന്തോഷത്തിനകത്താണല്ലോ, എൻ്റെ പപ്പിമോളെ നോക്കുക, എൻ്റെ പപ്പിമോൾക്ക് ഒരു സങ്കടമില്ല എന്ന് പറയുമ്പോഴത്തേക്കും പപ്പിമോൾ എനിക്കെന്തിനാ അച്ഛമ്മേ സങ്കടം, ഞാൻ ഹാപ്പിയല്ലേ, ഞാൻ ഭയങ്കര ഹാപ്പിയാന്ന് പറഞ്ഞിട്ട് പപ്പിമോള് സത്യഭാമയെടുത്തത് പറഞ്ഞിട്ട് മനസ്സിലാക്കുക, ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത്, ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന മാജിക്ക് ആ ചേച്ചി ഇവിടെ വരുമ്പോഴത്തേക്കും ഞാനിത് പുറത്താക്കി കഴിയുമ്പം അച്ഛമ്മ ഉൾപ്പെടെ അവളെ തട്ടി പുറത്താക്കും, ഇവിടെ ഉള്ള എല്ലാവരും ഹാപ്പി ആവും. എൻ്റെ കയ്യിൽ മാജിക് ഉള്ളപ്പോൾ ഞാൻ പിന്നെ എന്തിനാ, എൻ്റെ കയ്യിൽ വീഡിയോ ആണ് വലിയ മാജിക്, അതുള്ളപ്പോൾ ഞാൻ പിന്നെ എന്തിനാ പേടിക്കുന്നത്, ഞാൻ ഹാപ്പിയാണ്. പിന്നെ എന്നെ ചേച്ചിയമ്മയുടെ സാധനം തട്ടിയെടുക്കാൻ വേണ്ടി വരുന്നതല്ലേ, ആ ബാഡ് ഗേളിനെ ഇവിടെ കേട്ടത്തില്ല എന്ന് പറഞ്ഞ് പപ്പിമോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യാമ വയ്ക്കും, മോൾ എന്തോ ഈ ആലോചിക്കുന്നത്, ഞാനൊന്നും ആലോചിക്കുന്നില്ല അച്ഛമ്മേ എന്ന് പറഞ്ഞ് പപ്പിമോൾ അവിടെ നിന്ന് ഒഴിയുവാണ്. അപ്പം എൻ്റെ പപ്പിമോൾ അടുത്ത് വാടായെന്ന് പറഞ്ഞിട്ട് പപ്പിമോൾ അടുത്ത് പിടിച്ചെത്തി കൊഞ്ചിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തേക്ക് ഇതൊന്നും കണ്ട് ഇഷ്ടപ്പെടാതെ തന്നെ ഈ ഭാമയുടെ ഈ ഒരു എടുത്തുചാട്ടം അത് തീരെ സഹിക്കാതെ ഒരു അടി വെച്ച് പറ്റിച്ചു കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ഇതുകൊണ്ട് അവിടെ രാഘവേട്ടൻ ഉൾപ്പെടെ ഇരിക്കുവാണ്. അപ്പോൾ ഇവരെല്ലാം ഇരിക്കുമ്പോഴത്തേക്ക് നേരെ കാറ് വരുവാണ്. കാറ് വരുമ്പോഴത്തേക്ക് ആദ്യം കാറിൽ നിന്ന് നമ്മുടെ ബ്രോക്കറും അതുപോലെ മധുശ്രീയുടെ അച്ഛന് അമ്മയൊക്കെ ഇറങ്ങുന്നുണ്ട്. അമ്മ ഇറങ്ങിയിട്ട് നോക്കുമ്പോഴത്തേക്കും മധുശ്രീ ലക്ക് കെട്ട് കിടന്ന് ഉറങ്ങുവാണ്. കാരണം കള്ളു കുടിച്ചിട്ട് മദ്യലഹരി ഇനിയും വിട്ടില്ല. എടി ഇറങ്ങടി സ്ഥലം എത്തിയിടി എന്ന് പറയുമ്പോഴത്തേക്കും മധുശ്രീ ഉറങ്ങാൻ സമയത്ത് ഈ തള്ളയുണ്ടല്ലോ, നിങ്ങളെ ഞാൻ ഇപ്പോൾ എന്തോ എന്ന് പറഞ്ഞിട്ട് നേരെ മധുശ്രീ അച്ഛൻ്റെ അമ്മയുടെ അങ്ങ് ചാടിക്കയറുവാണ്. എടി ഇന്ന് നമ്മുടെ വീടല്ലടി, ഒന്ന് മര്യാദയ്ക്ക് പെരുമാറ് എന്നൊക്കെ അച്ഛനമ്മയും പറയുമ്പോഴും അതൊന്നും വക വയ്ക്കാതെ
വീടെത്തിയോ? ഓഹ്, രാവിലെ ശല്യങ്ങൾ ഉറങ്ങാനും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് മധുശ്രീ കള്ളിൻ്റെ ലഹരിക്കകത്ത് തന്നെ അങ്ങ് കണ്ണ് തുറന്നങ്ങ് ഉണർന്നിറങ്ങുവാണ്. ഉണർന്നിറങ്ങുന്നത് നേരെ നമ്മുടെ പിള്ള ഇതൊക്കെ നോക്കിക്കൊണ്ട് വാതിലിൽ തന്നെ നിൽപ്പുണ്ട്. പക്ഷെ ആരോട് പറയാം, ഇതൊക്കെ സത്യഭാമയോട് പറഞ്ഞാൽ എന്തെങ്കിലും ഏൽക്കാനുണ്ടോ? അതുകൊണ്ട് പിള്ള അവിടെ നിന്ന് ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പം നമ്മുടെ വിജയകുമാർ പറയുന്നുണ്ട്, ഇതൊക്കെ പതിവാ സാറേ, ഇതൊക്കെ മദ്യം കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തലേന്ന് അത് കെട്ടിവിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് കുടിച്ചാലേ നേരെ രാവിലെ സ്റ്റഡി ആകത്തുള്ളൂ. ഉടനെ മധുശ്രീക്ക് അത് കേട്ടങ്ങ് ഇഷ്ടപ്പെട്ടു പറയാം, തനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണല്ലോടോ. എന്നാൽ കൊണ്ടുപോകാം, രണ്ടെണ്ണം നമുക്ക് ഇവിടെ ഇരുന്ന് വീശാം. എന്തായാലും ഞാൻ ഇനി അങ്ങ് വീശി തുടങ്ങാനുള്ള വീടല്ലേ, നിത്യേന വീശാനുള്ള വീടായതുകൊണ്ട് ഇന്നങ്ങ് വീശിക്കൊണ്ട് തന്നെ ഇവിടെ അങ്ങ് ആരംഭം തുടങ്ങിയാലോ എന്ന് പറഞ്ഞ് മധുശ്രീ പറയുമ്പോൾ, ഇവളെ കൊലയ്ക്ക് കൊടുത്തേ അടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ വിജയകുമാർ മനസ്സിലേക്ക് അലയ്ക്കുന്നുണ്ട്. സത്യാമ്മ ഇന്ന് എന്നെ എന്ത് ചെയ്യാൻ പോകുന്നോ, വെട്ടി തൂക്കുവോ അതോ കെട്ടി മലത്തുവോ ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് വിജയകുമാർ അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും മധുശ്രീ നേരെ വരുമ്പോൾ അവിടെ പിള്ള നിൽക്കുന്ന കാണോ. പിള്ളയ്ക്ക് ആ വഴുക്ക മണ്ടയാണല്ലോ. അപ്പോഴത്തേക്ക് ആ ചൊട്ടത്തല നോക്കിയിട്ട് ഹായ് മൊട്ടാസ് എന്ന് പറഞ്ഞിട്ട് പിള്ളയുടെ തലയിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് പോകുമ്പോഴത്തേക്കും പിള്ള തന്നെ നോക്കും, ഇത് എന്തൊരു ജാതി, ഇത് എന്തൊരു വർഗ്ഗം എന്ന് മനസ്സിലാവാത്ത രീതിക്ക് പിള്ളയാണെങ്കിൽ ഇവളൊരു അവജ്ഞതയോടുകൂടി നോക്കുകയാണ്. അപ്പോഴത്തേക്ക് തള്ളയും തന്തയൊക്കെ കയറുന്നതിന് മുന്നേ ഇടിച്ചു ചാടി ഇവളങ്ങ് അകത്തേക്ക് കയറി കഴിഞ്ഞു. അപ്പോഴത്തേക്കും പിള്ളയെ നോക്കി വിജയകുമാർ പറയാം, ഇത് എവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് ഇതെന്ന് പിള്ള ചോദിക്കുമ്പോൾ വിജയകുമാർ പറയാം, പേടിക്കണ്ട, കടിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് വിജയകുമാർ അകത്ത് കയറി ചെല്ലുവാണ്. പക്ഷേ ഈ സമയത്ത് ബാമ ആ ഹാളിലില്ല. ബാമ നേരെ മേളത്തെ നിലയിൽ നിൽക്കുവാണ്. അപ്പം മേളത്തെ നിലയുടെ ഹാളിൻ്റെ അവിടുത്തെ ആ ഒരു ഗോണിപ്പടിയുടെ ആ ഒരു കൈവരി ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇവളുടെ ആക്ഷൻസും ഇവളുടെ പെരുമാറ്റവും എല്ലാം ബാമ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുവാണ്. ആദ്യമൊക്കെ ബാമയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം കയറി വന്ന് ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ഉണ്ട് എല്ലാവർക്കും കേട്ടോ, നിങ്ങളെല്ലാം എന്താ ഈ ഒരു പന്തം കണ്ട പെരിച്ചാഴിയെപ്പോലെ ഇരിക്കുന്നത്, എന്നെ കാത്തല്ലേ നിങ്ങളിരിക്കുന്നത്, ഹലോ ഐ എം മധുശ്രീ എന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ മനസ്സിലായില്ലേ, എനിക്ക് വേണ്ടിയിട്ടല്ലേ ഇന്ന് നിങ്ങൾ എല്ലാവരും ഇവിടെ കാത്തിരിക്കുന്നത്, എന്നിട്ട് എന്നെ മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭയങ്കര കള്ളിൻ്റെ ഷോഫും എല്ലാം കൂടി ചെന്നിട്ട് ഓവറാണ്, കുറച്ച് ഓവർ സ്മാർട്ട് തന്നെ പറയാം. ഭയങ്കര ഓവർ സ്മാർട്ട്നെസ് അവിടെ കാണിക്കുകയാണ്. രോഹിത്തിനാണെങ്കിൽ ഒരു ചെവിക്കലിനൊരു വീക്ക് കൊടുത്താൽ കൊള്ളാന്നുള്ള രീതി ഇരിക്കുക. സുസ്മിതയെ വരെ പറ്റിച്ചിട്ടുണ്ട് രോഹിത്, അപ്പം പിന്നെയാണ് ഈ മധുശ്രീ എന്ന രീതിക്കകത്ത് രോഹിത്തും വളരെ രൂക്ഷമായി നോക്കുമ്പോഴത്തേക്കും പപ്പിമോൾ ഇവരെ എല്ലാവരെയും വെല്ലുന്നതിനേക്കാളും രൂക്ഷമായിട്ട് അങ്ങ് നോക്കുവാണ്. മധുശ്രീക്ക് പപ്പിമോളെ നോക്കുമ്പോൾ മാത്രം ഒരു ഇച്ചിരി പേടിയുണ്ട്. അപ്പോഴത്തേക്ക് പിള്ളയും രാഘവേട്ടനും എല്ലാവരും എതിരഭിപ്രായത്തിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവളുടെ അച്ഛനും അമ്മയും പോലും വന്നിട്ട് അയ്യോ ഇവളിവിടെ ഇതെല്ലാം കുളമാക്കും തോന്നുവാന്നല്ലോ എന്ന് പറഞ്ഞിട്ട്, കാരണം ഇത്ര ഓവറായിട്ട് ഏത് പെണ്ണാണ് ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ കിടന്ന് ഇടപഴകുന്ന കണ്ട് എല്ലാവരും നോക്കിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ, പക്ഷേ എനിക്ക് നിങ്ങൾക്ക് എല്ലാം അറിയാം, ഞാനിന്നിവിടെ പെണ്ണ് കാണാൻ വന്നില്ലേ, അയ്യോ സോറി പെണ്ണ് കാണാനല്ലല്ലോ ചെറുക്കൻ കാണാനല്ലേ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, ഞാൻ കാണാവുന്ന കക്ഷിയുടെ പേരെന്തുവാന്ന്, ഇപ്പം ഓർമ്മ കിട്ടി, വിഷ്ണു. അപ്പം നിങ്ങളുടെ വിഷ്ണുവിന് ചെറുക്കൻ കാണാൻ വേണ്ടി വന്നതാണ് ഞാനും എൻ്റെ ഫാമിലിയൊക്കെ എന്ന് പറയുന്നത്. അപ്പം പിന്നെ നിങ്ങളെന്നെ പരിചയപ്പെടുത്തണ്ട, എനിക്ക് തന്നെ നിങ്ങളറിയാം, ഞാൻ പറയാം. ലക്ഷണം വെച്ച് നോക്കുവാണെങ്കിൽ യു ആർ മിസ്റ്റർ രാഘവൻ നായർ അല്ലേ, നിങ്ങൾ രാഘവൻ നായർ അല്ലേ? രാഘവനേട്ടൻ ഒന്ന് ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് തെളിച്ച ചിരിയല്ല, ഇവളുടെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ചിരിയാണ്, ഒരാക്കി ചിരി. രോഹിത്തിനെ നോക്കിയിട്ട് രോഹിത് അല്ലേ എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെന്ന് പറയുമ്പോഴത്തേക്ക് രോഹിത് പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നേരെ പപ്പിമോളെടുത്ത് കൈ ചൂണ്ടിയിട്ട് പറയുവാണ്, പത്മിനി എന്ന് പറയുന്ന പപ്പിമോൾ ഇവിടുത്തെ മെയിൻ താനാണല്ലോ വലിയ കാര്യം. കഴിഞ്ഞ വെട്ടത്തെ പെണ്ണ് കാണാൻ വന്നപ്പം വിജയകുമാർ കൊണ്ടുവന്ന ആലോചന മുടക്കിയ പ്രധാന കക്ഷി. അപ്പം ഇയാളെയാണ് ഞാൻ കൂടുതൽ പ്രീതിപ്പെടുത്തേണ്ടതെന്ന് അർത്ഥം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ പപ്പിമോൾ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കിയിട്ട് ചിന്തിക്കുവാണ്. ഇവള് കള്ള് കുടിച്ചതും സിഗരറ്റ് വലിച്ചതും ഇവളുടെ സീനുകളും എല്ലാം ആയിട്ട് പപ്പിമോളൊന്ന് മൈൻഡ് റീവൈൻഡ് ചെയ്യുക. ഈ റീവൈൻഡിങ്ങിനകത്തുള്ള പപ്പിമോളുടെ മുഖത്തിൻ്റെ ഭാവം മാറുന്നതനുസരിച്ച് ഇവൾ നോക്കിയിട്ട് ഈ കുട്ടിപ്പിശാജ് എന്തോ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാതെ അവൾ നോക്കുന്നുണ്ട്. ഉടനെ നമ്മുടെ വിജയകുമാർ അയ്യോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പപ്പിമോളെ നോക്കിയിട്ട് പറയാം. അതായത് എന്നെ ഇനി കൊന്നേക്കല്ലേ അച്ഛമ്മയോട് പറഞ്ഞിട്ടുള്ള ഭാവത്തിലേക്ക് വിജയകുമാർ അയ്യോ ഞാൻ അങ്ങനെ വിജയകുമാറെ താൻ അങ്ങനെ പറഞ്ഞു. ഇതുവരെ കേട്ട് നിൽക്കുന്ന ഇത്രയും വരെ കേട്ട് പപ്പിമോള് വരെ പറഞ്ഞപ്പം ഭാമയ്ക്ക് ഭയങ്കര ദേഷ്യത്തിലാണ് ഭാമ ഇതൊക്കെ മേളിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും വിജയകുമാരൻ നോക്കിയിട്ട് ഇവളങ്ങ് പറയുവാണ്, വിജയകുമാറെ താൻ കള്ളം പറയല്ലേ, താൻ പറഞ്ഞോടെ വിജയകുമാറെ, താനല്ലേ പറഞ്ഞ് താൻ പെണ്ണ് ആലോചന കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഈ കൊച്ചാ മുടക്കിയെന്നുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അയ്യോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലെന്ന് പറയും. കള്ളം പറയണ്ട, കള്ളം പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, സത്യസന്ധത വേണം എന്ന് പറയുമ്പോഴത്തേക്ക് അതങ്ങ് ഭാമയ്ക്ക് അങ്ങ് മേളിൽ നിന്ന് കേട്ടിട്ട് ഇത്ര അഹങ്കാരം കാണിച്ചിട്ട് അതങ്ങ് സുഖിച്ച്. അടുത്ത് അവൾ കാണിക്കുന്നത് വേറൊന്നുമല്ല, ഭാമയുടെ സീറ്റിൽ കയറി കാലുമേ കാലിട്ട് അങ്ങ് ഇരിക്കുവാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ രാഘവേട്ടനൊക്കെ അങ്ങ് ചൊറിഞ്ഞിളകിയിരിക്കുവാണ്.
ും പപ്പിമോളും എല്ലാവരും ഇവളങ്ങ് ദേഷ്യത്തിൽ നോക്കും, ഇവളെന്തോ ഈ കാണിക്കുന്നത്, അച്ഛമ്മയുടെ കസേരയിൽ കയറി കാലുമേ കാലിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇവള് വീണ്ടും എന്താണ് അടുത്ത വീണ്ടും ഡയലോഗ് അടിക്കുക, എന്നെയൊക്കെ പരിചയപ്പെടുത്തി, ഇനി എൻ്റെ കൂടെ വന്നവരെ പരിചയപ്പെടുത്തേ. അങ്ങനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഒന്നുമില്ല, പിന്നെ പരിചയപ്പെടുത്തണമെങ്കിൽ വേണമെങ്കിൽ പറയാം, ഇത് ശിവൻകുട്ടി എന്നാണ് കളരിക്കൽ ഗ്രൂപ്പിൻ്റെ MD. പക്ഷേ കളരിക്കൽ ഗ്രൂപ്പിൻ്റെ MD എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടം മധുശ്രീയുടെ അച്ഛൻ എന്ന് പറയുന്ന ഇഷ്ടം. കാരണം എനിക്ക് എൻ്റെ പേര് വെച്ച് അഡ്രസ്സ് ചെയ്യുന്നതിനകത്താണ് ഭയങ്കര താല്പര്യം. പിന്നെ അത് അമ്മ കളരിക്കൽ ഗ്രൂപ്പിൻ്റെ എന്താണ് ശിവൻകുട്ടിയുടെ ഭാര്യ എന്ന രീതിയിൽ കുറച്ച് ഒരുങ്ങി കെട്ടിയൊക്കെ ചമഞ്ഞങ്ങ് നടക്കുന്നേ ഉള്ളൂ. അതിൻ്റെ മേക്കപ്പും പുട്ടിയൊക്കെ അടിച്ചടക്കുന്നതല്ലാതെ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പുള്ളിക്കാരിക്ക് വേണ്ടി പറയാനില്ല എന്ന് പറയുമ്പോഴത്തേക്കും അമ്മയ്ക്ക് എന്നുള്ള രീതിക്ക് അമ്മ ഒരു ദേഷ്യത്തിനകത്ത് നോക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് നമ്മുടെ ബാമ അവിടെ മേളിൽ ദേഷ്യം നോക്കി അങ്ങ് ഇരിക്കുവാണ്. ഈ പെണ്ണിത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ. പക്ഷേ ആ കസേരയിൽ കയറുന്ന ബാമയ്ക്ക് ഒരുവിധം സുഖിച്ചിട്ടൊക്കെ ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾ ഡോമിനേറ്റിംഗ് പവറിനകത്ത് എന്താണ് ആരോട് എങ്ങനെയൊക്കെ പെരുമാറണം എന്നുള്ള രീതിക്കകത്ത് പെരുമാറും എന്നുള്ള രീതിയിലാണ് ഒരുവിധം പെരുമാറുന്നത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നേരെ എന്താണ് ബാമ താഴെ ഇറങ്ങി വന്ന് നോക്കിയതും ഇവൾ ആ കസേരയിൽ നിന്ന് അവൾ പെട്ടെന്ന് അങ്ങ് ചാടി എണീറ്റിട്ട് എല്ലാവരും വെച്ച് ഇപ്പം ബാമ വന്നപ്പോഴത്തേക്കും നിനക്ക് അടി കിട്ടും എന്നങ്ങ് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ബാമയോട് എന്താണ് നമ്മുടെ രാഘവട്ടം പറഞ്ഞത്, ബാമേ മര്യാദയ്ക്ക് ഈ അഹങ്കാരി, ശുദ്ധ അഹങ്കാരി ഇവിടുന്ന് ഇറക്കി വിട് ബാമേ, അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ബാമ എന്താണ് അതിന് തന്നെ മുതിർന്ന് നിൽക്കുവാണ്. പക്ഷേ ഇവൾ അടവൊന്നും മാറ്റി അങ്ങ് ചവിട്ടിയിട്ട് നേരെ എണീറ്റ് ബാമയുടെ കാലിനകത്ത് അങ്ങ് വിടോ. അപ്പോഴത്തേക്കും ബാമ്മയ്ക്ക് അവൾ എന്താണ് ആശീർവദിച്ച് തന്നെ എണീക്കേണ്ടി വന്നു. അതിനുശേഷം പിന്നെ എന്താണ് അങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് അങ്ങ് എന്താണ് അങ്ങ് തോളി ചാഞ്ഞാൻ കിടക്കുമോ. എന്തൊരു പണ്ടത്തെ സുസ്മിതയുടെ അടുത്ത ഒരു എന്താണ് അവതാരം അത് തന്നെ. ബാമാൻറ്റി എന്ന് വിളിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സത്യഭാമേനെ ഭയങ്കര ഇഷ്ടമാണ്, ആരാധനയാണ്. കുഞ്ഞിലെ ഉണ്ടല്ലോ എനിക്കെന്താണ് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭയങ്കര ഏറ്റവും വലിയ സ്വപ്നമാണ് ഇന്ന് എന്താണ് നിറവേറിയിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടം എന്ന് പറയുന്നത് സത്യഭാമയാവണമെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാവരും എന്താണ് എഞ്ചിനീയർ ആവണം, അതാവണം, ഇതാണെന്നൊക്കെ പറയുമ്പോഴും എനിക്കെന്താണ് സത്യാമ്മ ആവണമെന്നാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറയുമ്പോഴത്തേക്കും ഇവളുടെ അമ്മയും കൂടെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്, സത്യാമ്മേ അവൾക്ക് സത്യാമ്മ ആവാനാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും അന്ന് വിട്ടുക. സത്യാമ്മ എന്തോ സാധിച്ചു കഴിഞ്ഞാൽ സത്യാമ്മ ആവാനായിട്ട് ഇവർക്ക് ഇത്ര ആഗ്രഹവും മോഹമൊക്കെ തോന്നിയിരിക്കുന്നത്, ഇവളെന്തോ പൊട്ടത്തരോ ഈ പറയുന്നത്. പക്ഷേ തന്നെ ഒന്ന് ഇച്ചിരി ഒന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ പൊക്കി കൊടുക്കുന്നതിനകത്ത് എന്താണ് തലമറന്ന് എന്താണ് അങ്ങ് മലന്ന് പറക്കുന്ന ഒരു കൂട്ടത്തിനകത്തായതുകൊണ്ട് സത്യഭാമ ആ ഒരടവിനകത്ത് അങ്ങ് വീഴുവാണ്. അപ്പോൾ ആ അടവിനകത്ത് വീഴുന്നതിന് സത്യഭാമ എന്താണ് അങ്ങ് ചിരിച്ചിട്ട് എന്താണ് അവൾ എണീറ്റ് അവളെന്താണ് കസേര ഇരുന്നോ എന്ന് പറയോ. അയ്യോ വേണ്ട, ഇനി ഈ കസേരയ്ക്ക് അവകാശം എന്താണ് സത്യാമ്മയാണ്. സത്യാമ്മ വന്നു കഴിഞ്ഞാൽ സത്യാമ്മ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്താണ് സത്യാമ്മ തന്നെ ഈ ഉമ്മർത്തി ഈ കസേരയ്ക്കകത്ത് ഇരിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ അങ്ങ് ബാമയ്ക്ക് അങ്ങ് സൂചിച്ചു. ബാമ ആ കസേര എന്താണ് അങ്ങ് ഇരുന്നിട്ട് ഇവളെയും പിടിച്ചെന്താണ് ഇപ്പത്തങ്ങ് ഇരുത്തിയിട്ട് പറയണം, എനിക്ക് മധുശ്രീ അങ്ങ് ബോധ്യപ്പെട്ട് മധുശ്രീയാണ് ഈ വീട്ടിൻ്റെ മരുമോൾ എന്നങ്ങ് പറഞ്ഞിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. കാരണം ആരോട് എങ്ങനെയൊക്കെ പെരുമാറണമെന്നറിയാം, കാര്യങ്ങളനുസരിച്ച് എന്താണ് ഓരോ വ്യക്തികൾക്കനുസരിച്ച് എന്താണ് പെരുമാറ്റ രീതി മാറ്റാനും എന്നെ കണ്ടപ്പോൾ ഒരു പെരുമാറ്റമാക്കാനും എല്ലാം അറിയാം, അളന്നു നോക്കി ഇതാക്കാൻ. നാളെ എൻ്റെ കാലത്തിന് ശേഷം ഈ കസേരയിരുന്ന് ഈ വീട് ഭരിക്കേണ്ടവൾ, ഈ നാട് ഭരിക്കേണ്ടവളാണ് മധുശ്രീ. എനിക്ക് നിന്നെ നന്നായിട്ട് ബോധിച്ച് എന്നൊക്കെ പറയുകയാണ്. പപ്പിമോളാണെങ്കിൽ ഇത് കേട്ട് ദേഷ്യപ്പെട്ടിരിക്കുക. രാഘവട്ടനാണെങ്കിൽ ഇവൾ എന്തൊരു പ്രാന്തായി പറയുന്നത് എന്നൊക്കെ രാഘവട്ടൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ കമലനാണെങ്കിൽ ഏട്ടത്തിയമ്മേനെ ഈ ദൂരത്തൊന്നും കാണില്ലോ എന്ന് പറഞ്ഞ് തിരിച്ചോടിയപ്പോഴത്തേക്ക് ഏട്ടത്തമ്മയോട് സംസാരിച്ചുകൊണ്ടിരുന്ന ആ പെണ്ണുങ്ങളെ ഇവിടെ ഒന്നും കാണാനല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ആരെയും കാണില്ല. അയ്യോ എന്നിട്ട് ആശാനെ വീണ്ടും റിപ്പീറ്റ്ലി വിളിക്കുവാണ്. എന്താണ് അപ്പോഴത്തേക്ക് എന്താണ് സത്യാമ്മ ഇവരോടൊക്കെ സംസാരങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ ശ്യാമയാണെങ്കിൽ ശാലിനിയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാലിനിയുടെ ഫോണിൽ ബെല്ലടിക്കുന്നുണ്ട്, ആരും എടുക്കുന്നില്ല. നമ്മുടെ വിഷ്ണു ആണെങ്കിൽ മേളത്തെ നിലയിലിരുന്ന് ശാലിനിയുടെ കൊലുസും പിടിച്ചിരുന്ന് എന്താണ് അവിടെ കൊലുസിനെ നോക്കി, ശാലിനി താൻ എപ്പോഴാടോ വരുന്നത്, എന്നെ ഇതിന് ഇട്ട് കൊടുത്തിരിക്കുവാന്നല്ലോ എന്ന രീതിയിൽ സങ്കടവും പറഞ്ഞ് കൊലുസിനോട് ഇന്ന് സങ്കടം പറയുന്ന കാണുന്ന വിഷ്ണുവിനെ കണ്ടാൽ നമുക്ക് ശരിക്കും സങ്കടം തോന്നും. കാരണം അത്രയ്ക്ക് ഇന്ന് അവിടെ വിഷ്ണു ഒന്നും അറിയാതെ ശാലിനി ഇപ്പം വരും എന്നിട്ട് ശാലിനിക്ക് വേണ്ടി എന്താണ് കൊലുസ് നോക്കി എന്താണ് ശാലിനിയുടെ പ്രേമം എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ താഴെ അമ്മയാണെങ്കിൽ ഒരു ശുദ്ധ അഹങ്കാരിയെ കള്ളു കുടിച്ച് നിൽക്കുന്നവളെ പെണ്ണ് കാണാനായിട്ട് വിളിച്ചു വരുത്തി നിൽക്കുന്നു. അവളെ ശാലിനിയുടെ ഏത് അർഹതയുടെ ത്രാസി വെച്ച് തൂക്കാനാണ് സത്യാമ്മ നോക്കുന്നത് അറിയത്തില്ല. കാരണം ശാലിനിയെ പൊന്നുകൊണ്ട് തുലാഭാരത്തിന് തൂക്കണമെങ്കിൽ ഇവളെ എന്തുകൊണ്ടൊക്കെ തൂക്കാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കമൻറ്റിൽ എല്ലാവരും പറഞ്ഞാൽ മതി. പിന്നെ എന്താണ് നമ്മുടെ വിഷ്ണു അവിടെ എന്താണ് ഇത് കാത്തിരിക്കുമ്പോഴത്തേക്കും തന്നെ ശ്യാമ വീണ്ടും ശാലിനിയെ റിപ്പീറ്റ്ലി വിളിക്കുന്നുണ്ട്. പക്ഷേ ശാലിനിയുടെ ഫോണിലേക്ക് എന്താണ് കോൾ എന്താണ് അറ്റൻഡ് ചെയ്തില്ല. കാരണം സൈലൻറ്റ് മോഡ് ഇട്ട് വൈബ്രേഷനകത്താണ്. അപ്പം വൈബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശാലിനി ഫുൾ ശ്രദ്ധയും മിനിസ്റ്ററായിട്ടുള്ള എന്താണ് കോൺഫറൻസിനകത്ത് തന്നെ ഇരിക്കുവാണ്, വീഡിയോ കോൺഫറൻസ് ആണ്.
അപ്പോൾ എന്താണ് കമല ഒരു ഭാഗത്തൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ് സത്യാമ്മ ഈ പെണ്ണിൻ്റെ കൂട്ടരുമായിട്ട് അതായത് അച്ഛനൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അവിടെ ശ്യാമേ നീ അവിടെ എന്താണ് ചായയും വെള്ളമൊക്കെ കൊണ്ടുവന്നേ എന്ന് പറയുമ്പോഴത്തേക്കും പെണ്ണിൻ്റെ അച്ഛൻ പറയും, അയ്യോ സത്യാമ്മേ ചായയും വെള്ളവും ബിസ്ക്കറ്റും വല്ലതും എടുക്കാനാണെങ്കിൽ ഒന്നും പലഹാരം വേണ്ട, ഒരു എന്താണ് ജലപാനം ഈ കല്യാണത്തിൻ്റെ കാര്യം തീരുമാനമാകുന്ന വരെ കുടിക്കത്തില്ല. ഉടനെ രാഘവട്ടെ നോക്കും, ഓ തീരുമാനമായിട്ടേ എല്ലാം ഇറങ്ങത്തുള്ളൂ എന്നുള്ള മട്ടിനകത്ത് എന്താണ് രാഘവട്ടെ ഇവർ നോക്കുമ്പോഴത്തേക്കും അയ്യോ പ്രത്യേകിച്ച് എനിക്കൊന്നുമല്ല ഇവക്കാണ് കല്യാണത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ പച്ച വെള്ളം പോലും ജലപാനം പോലും വേണ്ട എന്നിട്ട് ഇരിക്കുന്ന ഒരു കൂട്ടത്തില്ല. കാരണം ജലപാനം ചായ കുടിക്കാൻ പറ്റത്തില്ല, കാരണം കുടിച്ചാൽ ഇന്നലെ രാത്രി കുടിച്ച കള്ളൊക്കെ പിരിഞ്ഞു പോകത്തില്ലേ. ഇവിടെ എങ്ങാണ് ഛർദ്ദിച്ച് വെച്ച് കഴിഞ്ഞാൽ സത്യാമ്മ കണ്ടുപിടിച്ചില്ലെങ്കിൽ രോഹിത്തൊക്കെ ഒന്ന് കണ്ടുപിടിക്കാതിരിക്കുമോ എന്നതുകൊണ്ട് എന്താണ് അവളുടെ അച്ഛൻ അങ്ങനെ പറഞ്ഞാൽ കടവ് മാറ്റുമ്പോൾ സത്യാമ്മയെ കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം എന്താണ് ഉടനെ സത്യം പറയുന്നുണ്ട്, ശ്യാമേ നീ ഒന്നും കൊണ്ടുവരണ്ട, നീ ഇങ്ങോട്ടേക്ക് എല്ലാം അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ പപ്പിമോള് ഇവളെ നോക്കുന്നുണ്ട്, ഇവള് പപ്പിമോളെ നോക്കുന്നുണ്ട്. തമ്മി എന്താണ് ശാലിനി ഇവളെ എന്ത് രൂക്ഷമായിട്ട് നോക്കേണ്ടതുണ്ടോ ശാലിനിക്ക് പകരം ശാലിനി വരുന്നവരെ ടെമ്പററി ശാലിനിയായിട്ട് ഇവിടെ നിന്ന് നമ്മുടെ പപ്പി മോൾ എന്താണ് നല്ല പോലെ മധുശ്രീയെ തുറച്ചു നോക്കുന്നുണ്ട്. മധുശ്രീക്ക് എപ്പോഴാണ് പാര എന്താണ് പുറത്തേക്ക് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഇനി അടുത്ത വീഡിയോ എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സീരിയലിൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ശാലിനി ഇതുവരെ വന്നിട്ടില്ല, ഇനി നാളത്തെ എപ്പിസോഡിലേക്ക് ശാലിനി വരാനുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്